ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുവചനത്തിന് മുമ്പിലായിരിക്കുകയും എന്നെ ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സ്വർഗത്തിൻ്റെ സമ്പത്തുകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും വചനമയച്ച് ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ തൈലം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തില് നാം ഇപ്രകാരം വായിക്കും. 1-ാമത്തെ വചനം: ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നമുക്കൊന്നുകൂടെ ആ വചനം കേൾക്കാം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതെ, വിശുദ്ധ മാമോദീസായിലൂടെ സഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എന്നെ നോക്കി ദൈവം പറയുന്ന അതേ വചനമാണ് ഇപ്പോൾ നാം കേട്ടത്. ഉണർന്ന് പ്രശോഭിക്കാനുള്ള സമയമായി. കർത്താവിന്റെ പ്രകാശം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നത് ഈ പ്രകാശത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് അറിയാതെയാണ്. വിശുദ്ധ ബൈബിളിൽ ദൈവം പ്രകാശിച്ച വ്യക്തികളെ പലതും നാം കാണാറുണ്ട്. അതിലാദ്യം നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ വചനം കൊണ്ട് പ്രകാശിതമായ ജീവിതങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 1:35 വചനത്തില് നാം ഇപ്രകാരം വായിക്കും: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശുദ്ധ മാമോദീസായിലൂടെ നമ്മളെ നോക്കിയും ദൈവം പറഞ്ഞ വചനം ഇത് തന്നെയാണ്. ജന്മപാപവും കർമ്മപാപം ഉണ്ടെങ്കിൽ അതും മാറ്റപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചു, വിശുദ്ധ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും. ഇനി നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ പ്രകാശത്തെ ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ജീവിതമാണ്. അതിന് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ്. ലൂക്കായുടെ സുവിശേഷം 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനത്തെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തപ്പോ അമ്മയുടെ ജീവിതത്തില് 2 മാറ്റമാണ് വന്നത്. ഈ മാറ്റമാണ് എൻ്റെ ജീവിതത്തിലും വരേണ്ടത്. 1-ാമത്തെ മാറ്റം, അമ്മയുടെ സംസാര ശൈലിയിൽ മാറ്റം വന്നു. അമ്മ ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ വളരെ അസ്വസ്ഥമായി ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അസ്വസ്ഥമായ മനസ്സ്, ചോദ്യം ചോദിക്കുന്ന മനസ്സ്, ഭയപ്പെടുന്ന മനസ്സ്. നമ്മുടെ ജീവിതത്തിലുമില്ലേ ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന, ഭയപ്പെടുന്ന, അസ്വസ്ഥമാകുന്ന ഒരു മനസ്സ്? പക്ഷേ അമ്മ അത് തിരിച്ചറിഞ്ഞു. അത് ദൈവത്തിന്റെ സ്വരമാണ്. ദൈവസന്നിധി ജീവിച്ചത് കൊണ്ട് ദൈവത്തിന്റെ സ്വരം പരിചിതമായിരുന്ന അമ്മ ആ വചനത്തിന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഓർത്തേ, കൗമാരപ്രായത്തിലേക്ക് പോലും എത്താത്ത ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ആരെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു ദൂതൻ വന്നിട്ട് പറയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അസ്വസ്ഥത എന്തുമാത്രമുണ്ട് എന്ന് നമുക്കറിയാം. വിവാഹ നിശ്ചയം പോലെ ചെയ്തിട്ടുള്ളൂ. ആ അമ്മ അസ്വസ്ഥമാകുമ്പോഴും അമ്മ ദൈവത്തിന്റെ വചനമാണെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് തന്നോട് തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ആ കാലഘട്ടങ്ങളിൽ ഗർഭവതിയായി തീരുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന നിയമം ഉണ്ടായിരിക്കെ തന്റെ ജീവിതം ഇല്ലാതെ പോകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഓരോ കല്ലുകൾ കൊണ്ടും എറിഞ്ഞ് എന്നെ കല്ലുകൾ കൊണ്ട് മൂടുന്ന അവസ്ഥയുണ്ടാകും, ജീവിതം ശൂന്യമാണ്, കട്ടപ്പുകയാണ് എന്ന് തിരിച്ചറിയുമ്പോഴും എന്റെ ജീവൻ തന്നെ നഷ്ടമാകുമെന്ന് അമ്മ തിരിച്ചറിയുമ്പോഴും അമ്മ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ദൈവഹിതമാണെങ്കിൽ ഇത് നിറവേറട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിസാര സഹനങ്ങൾ വരുമ്പോ ഏറ്റെടുക്കാൻ പറ്റാതെ ദൈവവചനത്തിൽ നിന്ന് മാറി, പ്രാർത്ഥനയിൽ നിന്ന് മാറി, ജീവിതം അടഞ്ഞ പാത്രം പോലെ ആക്കി തീർത്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി ജീവിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ലേ? പലരുടെയും ജീവിതങ്ങളെ നഷ്ടമാകുന്നത് ഈ സഹനത്തിന്റെ പുറത്തല്ലേ? ഈ അമ്മയിലേക്ക് നോക്കിയ എൻ്റെ അസ്വസ്ഥത മാറും. 2-ാമത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ചപ്പോ 2-ാമത് അമ്മയുടെ ജീവിതത്തിൽ മാറ്റം വന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. മനോഭാവത്തിൽ മാറ്റം വന്നു. അസ്വസ്ഥത മാറി. ദൈവം എന്ത് പറയുന്നു
അത് ഞാൻ ചെയ്തോളാം എന്ന് ഉറപ്പ് കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് മനസാക്ഷിയിൽ ദൈവത്തോട് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നവരാ. എന്നിട്ട് അമ്മ ഓടിയതോ ഒരു ദാസ്യവേലയിലേക്കാ. എലിസബത്തിന്റെയും സക്രിയയുടെയും വീട്ടിലേക്കാ. തന്റെ ഉദരത്തിൽ ഒരു പ്രജ അല്ലെങ്കിൽ ഈശോ ജനിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോ ലോകത്തിലുള്ള ആരോടും പറയാൻ സാധിക്കാതെ ഈ അമ്മ ഓടിയത് ദൈവം കൊടുത്ത ഒരു പിന്നിലേക്കാണ്. ആ അടയാളത്തെ അന്വേഷിച്ചു പോയി. 6 മാസമായി ബന്ധിയായിരുന്ന എലിസബത്ത് ഗർഭവതിയായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ പോയി തന്റെ ഹൃദയ വേദന പങ്കുവയ്ക്കാൻ വേണ്ടി അമ്മ ഓടുകയാണ്. ദാസ്യവേല ചെയ്യാൻ പോവുകയാണ്. ജീവിതം ഒന്ന് ഒളിച്ചു വെക്കാൻ പോവുകയാണ്. നോക്കിക്കേ, ഒരു വൈദിക ജീവിതത്തിലേക്ക് അല്ലെ പുരോഹിതന്റെ വീട്ടിലേക്കാണ് അമ്മ പോയത്. അമ്മയുടെ ആദ്യത്തെ ജീവിതവും ദേവാലയത്തിലായിരുന്നെങ്കിൽ ഈ വചനത്തെ ഏറ്റെടുത്തതിനു ശേഷവും അമ്മയുടെ ജീവിതം കൊണ്ട് സമർപ്പിക്കുന്നത് ഒരു പുരോഹിതന്റെ വീട്ടിലാണ്. അവിടെ ചെല്ലുമ്പോ എലിസബത്ത് അമ്മയെ നോക്കി പറയുന്ന ഒരു വാക്യമുണ്ട്: കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോ എലിസബത്തിന്റെ ഉദരത്തില് ശിശു കുതിച്ചു ചാടുന്ന അനുഭവവും വിശുദ്ധ ബൈബിളില് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 41-ാമത്തെ വചനത്തില് നമ്മൾ വായിക്കും. നോക്കിയേ, അസ്വസ്ഥത നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ്, ഒരു കുടുംബത്തിലേക്കാണ് പരിശുദ്ധി അമ്മ, അസ്വസ്ഥമായ അമ്മ ജീവിതം സമർപ്പിച്ചിട്ട് കടന്നു ചെന്നത്. അവിടെ ചെന്നപ്പോ ആ കുടുംബത്തിന്റെ അസ്വസ്ഥത നമുക്കറിയാം. വാർദ്ധക്യത്തില് ഒരു ശിശുവിനെ ഉദരത്തിൽ പേറി നാണക്കേടുകൊണ്ട് വായടയ്ക്കപ്പെട്ട് ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ജീവിച്ചിരുന്ന എലിസബത്തിന്റെ വീട്. ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തിരിക്കെ അവിടെ നിന്ന് അവിശ്വാസം മൂലം വായടയ്ക്കപ്പെട്ട സക്രിയയുടെ ജീവിതം. ആ കുടുംബം, സക്രിയയുടെ ജീവിതത്തിന്റെ കുടുംബം അല്ലെങ്കിൽ ആ കുടുംബം അസ്വസ്ഥതയുടെ, ഭയത്തിന്റെ, നാണക്കേടിന്റെ, മിണ്ടാൻ പറ്റാത്തതിന്റെ ഒക്കെ അസ്വസ്ഥതയിലാ. എലിസബത്ത് താൻ ഗർഭവതിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ സന്തോഷിക്കുമ്പോ ഭർത്താവിനോട് പറയുമ്പോ തിരിച്ച് പറയുന്ന വാക്കുകൾ മനസ്സിലാക്കാതെ അസ്വസ്ഥത പേറുന്ന ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധി അമ്മ വചനവുമായി കടന്നു ചെല്ലുമ്പോൾ അവിടെ സന്തോഷം നിറയാണ്. ഉദരത്തിൽ കിടന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ശിശുവിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്നു. ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്നു. ഒന്നാലോചിച്ചേ, ക്രൈസ്തവരാണ് നാം. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്. ഈശോയെ സ്വീകരിക്കുന്നവരാണ് നാം. എന്റെ വചനം കേൾക്കുമ്പോ എന്റെ വീട്ടിലുള്ളവർക്ക്, എന്റെ കൂട്ടുകാർക്ക്, ഞാൻ ഇടപെടുന്ന എന്റെ സമൂഹത്തില് പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ക്രൈസ്തവ ജീവിതം കൊണ്ട് എനിക്ക് ആവുന്നുണ്ടോ? ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. നാം ഓർക്കണം, വിശുദ്ധ ചാവറപിതാവും വിശുദ്ധ എബ്രാസിയാമയും വിശുദ്ധ അൽഫോൻസാമയും ഒക്കെ ജീവിച്ച മണ്ണിലാണ് നാമും ജീവിക്കുന്നത്. ഇവരുടെയൊക്കെ പാദസ്പർശനത്താൽ പവിത്രീകൃതമായ മണ്ണിലൂടെയാണ് നാം നടന്നു നീങ്ങുന്നത് എന്ന് നമ്മൾ പറയും. പക്ഷേ എന്റെ പാദം കൊണ്ട് പവിത്രീകൃതമായ ഒരു മണ്ണാക്കുവാൻ എന്റെ ക്രൈസ്തവ ജീവിതം കൊണ്ട് ഇടയാകുന്നുണ്ടോ? പരിശുദ്ധി അമ്മയെ പോലെ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? വചനത്തിന് മുമ്പില് അടയിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. വീണ്ടും വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തില് ഇങ്ങനെ കാണും: അനന്തരം അവൻ ആ ശിഷ്യരോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധി അമ്മയെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച യോഹന്നാനെ നമ്മളെ കാണുകയാ. കുരിശിൻ ചുവട്ടിൽ വെച്ചാണ് പരിശുദ്ധി അമ്മയെ യോഹന്നാൻ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചത്. അതുവരെയുള്ള യോഹന്നാന്റെ ജീവിതം നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 10:35-37 നമ്മൾ വായിക്കും: അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ ഒരാൾ അങ്ങയുടെ വലതു ഭാഗത്തും മറ്റേയാൾ ഇടതു ഭാഗത്തും ഇരുത്തണം എന്ന് പറഞ്ഞ് ഈശോയെ സമീപിക്കുന്ന യാക്കോബിനെയും യോഹന്നാനെയും നമ്മൾ കാണും. ഒരു അധികാരിമോഹിയായ പൊസിഷൻസ്, അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കുന്ന യോഹന്നാൻ. മർക്കോസിന്റെ സുവിശേഷം 9:38 നമ്മൾ പറയും: യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മെ അനുഗമിച്ചില്ല. കൂട്ടത്തിൽപ്പെടാത്തവരെ അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവത്തിന്റെ പ്രത്യേകതയോട് കൂടിയ യോഹന്നാനെയാണ് നമ്മൾ അവിടെ കാണുക. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തില് 51-54 വചനങ്ങളില് നമ്മൾ ഇങ്ങനെ കാണും: കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്ന ക്ഷിപ്രകോപിയായ ഒരു യോഹന്നാനെ.
ദൈവം പറയുന്ന അനുസരിക്കാത്തവരെ, ദൈവത്തിന്റെ പിന്നാലെ വരാത്തവരെ, അനുസരിക്കാത്തവരെ, കൂടെ വരാൻ ശ്രമിക്കാത്തവരെ നശിപ്പിച്ചു കളയാം എന്ന് തീരുമാനിക്കുന്ന ശിഷ്യരിലെ യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴോ, യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് 1 മുതലുള്ള വാക്യങ്ങളില് ഈശോയുടെ മരണത്തിന് ശേഷം പരിശുദ്ധ അമ്മയോടൊപ്പം ഊട്ടുശാലയില് ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞിരുന്ന അവരിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ വന്ന മാറ്റം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20:1-8 വചനങ്ങൾ നമ്മൾ കാണും. അവിടെ ഈശോയുടെ ഉദ്ധാനവുമായി ബന്ധപ്പെട്ട് ഈശോ ഉദ്ധാനം ചെയ്തുവെന്ന് പറയാൻ വരുന്ന സ്ത്രീകളെ വാക്ക് കേട്ടിട്ട് യോഹന്നാനും പത്രോസും കൂടെ കല്ലറയിലേക്ക് ഓടുന്ന ഒരു ദൃശ്യം വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കും. അവിടെ നോക്കിയേ, ഇത്ര നാളും എപ്പോഴും മുമ്പിൽ നിൽക്കണമെന്ന് പറയുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ കല്ലറയിലേക്ക് പ്രവേശിക്കാതെ പത്രോസ് പിന്നാലെ വരട്ടെ, നോക്കട്ടെ, പത്രോസ് സാക്ഷ്യപ്പെടുത്തട്ടെ, അതിനുശേഷം ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു തന്ന് എല്ലാത്തിൽ നിന്നും പിന്നിലേക്ക് മാറുന്ന ഒരു യോഹന്നാൻ. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷങ്ങളിലൊക്കെ യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ വായിക്കും. ഈശോ സ്നേഹിച്ച ശിഷ്യൻ, മറ്റേ ശിഷ്യൻ, വസ്ത്രം പുതപ്പ് ഊരിയിട്ടിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയ ശിഷ്യൻ, ഇങ്ങനെ ഈശോ സ്നേഹിക്കുന്ന ഒരു ശിഷ്യനായി യോഹന്നാൻ മാറ്റപ്പെടുന്നത് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കാണുക. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ പലപ്പോഴും ദൈവപിതാവിനെയും ഈശോയെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമേ നമ്മൾ ഓർക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. നമുക്കിനിയുള്ള നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമേ. അമ്മയിൽ മാറ്റം വന്നതുപോലെ, യോഹന്നാനിൽ മാറ്റം വന്നതുപോലെ, സക്രിയയുടെ ഭവനത്തിലെ മാറ്റം വന്നതുപോലെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ നിറയാൻ, പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണം. അതിന് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ വചനം ആദ്യം വായിക്കാനായിട്ട് എനിക്ക് പറ്റണം. വചനത്തിലൂടെയാണ് ആത്മനിറവ് എന്നിലേക്ക് വരുന്നത്. പരിശുദ്ധ അമ്മയിലും വചനം നിറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് ഈശോ ഉരുവായത്. ഇതുപോലെ ആത്മാവ് എന്നിൽ നിറയുമ്പോ, വചനം എന്നിൽ നിറയുമ്പോ ഞാനും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന മനോഭാവത്തിലേക്ക് വളരുന്ന, ഞാൻ ചെല്ലുന്നിടത്ത് ആത്മാവിനെ കൊടുക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം പ്രഘോഷിക്കുന്ന വ്യക്തിയായി ഞാൻ മാറും. അതിന് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് ഈശോയിലേക്ക് നടന്നെടുക്കാം. വചനത്തിന്റെ മുമ്പിൽ നമുക്ക് അടയിരിക്കാം. നമുക്കൊന്ന് കണ്ണടയ്ക്കാം. പരിശുദ്ധ അമ്മയോടൊന്ന് പറയാം, അമ്മേ, അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, യോഹന്നാനെ ജീവിതത്തിലെ മാറ്റം വരുത്തിയ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് നിറയാൻ അമ്മയോടൊപ്പം എന്നെ ഇരുത്തി ആത്മനിറവിലേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ജീവിതം ദൈവാനുഗ്രഹ സമൃദ്ധമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.